രാജശ്രീ ആദീസ് ഫീൽഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് മാങ്ങ അച്ചാറും കിച്ചടിയുമാണ്. സദ്യയിലെ പ്രധാന ഇനങ്ങളിൽ 2 ഐറ്റമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് 4 വെള്ളരി മാങ്ങ തലേ ദിവസം രാത്രിയിൽ അരിഞ്ഞു വെച്ച് ഉപ്പിട്ട് വയ്ക്കണം. പിറ്റേ ദിവസം രാവിലെ നമുക്ക് അച്ചാറാക്കിയാൽ മതി. അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് നമുക്ക് 3 പച്ചമുളക് നന്നായിട്ട് കഴുകി തുടച്ച് അത് അരിഞ്ഞിട്ട് കൊടുക്കാം. എല്ലാം ഈർപ്പമില്ലാതെ മാങ്ങയും പച്ചമുളകൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അച്ചാർ ഒരു 10-15 ദിവസം വരെ കേടുകൂടാതിരിക്കും. ഞാൻ തയ്യാറാക്കുന്ന അച്ചാറുകളിൽ വിനാഗിരി ഒട്ടും ചേർക്കാറില്ല. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി പൊടികൾ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉലുവപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി. ഒന്ന് മിക്സ് ചെയ്യാം. തലേ ദിവസമേ അരിഞ്ഞുപ്പിട്ട് വെച്ച മാങ്ങ ആയതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അത് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാങ്ങ തട്ടിക്കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി അങ്ങനെ രുചികരമായ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കാനായിട്ട് വെള്ളരിക്ക അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അരിയുന്ന എളുപ്പത്തെ കരുതി ചോപ്പറിൽ വെച്ചാണ് അടിച്ചെടുക്കുന്നത്. കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് കുലുക്കിയ ശേഷം വലിച്ചാൽ മതി. വളരെ ചെറുതായിട്ട് തന്നെ അത് ക്രഷ് ചെയ്ത് വരും. ഇനി ബാക്കിയുള്ള വെള്ളരിക്കയും ഇതുപോലെ അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് ആണ് ക്രഷ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. വെള്ളരിക്ക വേവായിട്ടുണ്ട്. 3/4 സ്പൂൺ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം. 1 മുറി തേങ്ങ ചിരകിയത് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 കഷ്ണം ഉള്ളി അരിഞ്ഞത്, ഒരു വലിയ പച്ചമുളക്, ഒരു എരിവുള്ള പച്ചമുളകും, 1/4 സ്പൂൺ ജീരകപ്പൊടി. തൈരൊഴിച്ചാണ് അരച്ചെടുക്കുന്നത്. കിച്ചടിക്ക് ആവശ്യമായ തൈര് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അരച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ കൂടെ ഉപ്പ് വേണം. അര സ്പൂൺ കടുക് ചതച്ചതാണ്. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. അല്പം ഒന്ന് ചൂടായാൽ മതി, അത് ഇറക്കി വയ്ക്കാം. ഇനി കടുക് തളിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ഉള്ളി അരിഞ്ഞത്, രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായ കിച്ചടി തയ്യാറായിട്ടുണ്ട്. അച്ചാറിൻ്റെയും കിച്ചടിയുടെയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.